ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിശേഷവും പ്രേമമൊക്കെ നിങ്ങൾ കേട്ടിട്ട് കട്ട വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. കുറേ ദിവസമായി നമ്മളെ ഇട്ട് പറ്റിക്കുന്നു. ഇന്ന് കല്യാണം നടക്കും, നാളെ കല്യാണം നടക്കുമെന്നൊക്കെ. ഏതായാലും നാളെ തന്നെ കല്യാണം നടക്കും കേട്ടോ, അത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ നമുക്ക് കല്യാണ വിശേഷത്തിലേക്ക് കടന്നാലോ. സച്ചി അങ്ങനെ മാലയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഈ മാലയല്ല കേട്ടോ, താലിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ താലി നിന്റെ കൈ കിട്ടിയിട്ട് വേണ്ടേ നീ വിവാഹം കഴിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് ആ താലി ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. ഏതായാലും താലി എടുത്തതും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഞെട്ടിത്തരിച്ചു പോയി. ചന്ദ്ര പറഞ്ഞു, സച്ചി നീ എന്താ സച്ചി ഈ കാണിക്കുന്നത്? ഇത് കുട്ടിക്കളിയല്ലെന്ന് നിനക്കറിയത്തില്ലേ? നീ എന്താടാ, നീ എന്തിനാ ഇങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം, ആര് ശല്യം ചെയ്തു? നിങ്ങളെ ശല്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ ഭാര്യനെയും എൻ്റെ ഭാര്യയുടെ കുടുംബത്തിനെയും ശല്യം ചെയ്ത നിങ്ങളെയാണ് ഞാൻ ശല്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ശല്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വിവാഹം നടക്കണമെങ്കിൽ രേവതിയോടും മാപ്പ് ചോദിക്കണം. കാലേ വീണൊന്നും മാപ്പ് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. രേവതിയോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ചാൽ ഈ താലിമാല ഞാൻ സുധിയുടെ കയ്യിൽ അങ്ങ് കൊടുക്കും. സുധി പിന്നെ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതെനിക്കറിയേണ്ട കാര്യമില്ല. ഏതായാലും മാപ്പ് ചോദിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അച്ഛമ്മ ഇങ്ങോട്ട് വന്നിട്ട്, സച്ചി എടാ ഞാൻ പറഞ്ഞു നിന്നോട്, എന്താണെന്ന് വെച്ചാൽ എന്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. അത് ഈ വിവാഹത്തിൻ്റെ ഇടയിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടാകണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം, അച്ഛമ്മ ഇനി എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. ഈ സച്ചി പറഞ്ഞതാ. സച്ചിക്ക് ഈ ഒരു വാക്കേ ഉള്ളൂ, ഈ വിവാഹം നടക്കണമെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറയുന്ന ചന്ദ്രമതി ഈ നിൽക്കുന്ന രേവതിയോടും മാപ്പ് ചോദിക്കണം. ഇന്ന് കാണിച്ചു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരത്തിനും മാപ്പ് ചോദിച്ചാൽ ഞാൻ ഈ താലിമാല കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഇതല്ലാതെ വേറെ ഒരു കണ്ടീഷനും എൻ്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പകച്ചു നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം രേവതിക്ക് അറിയാം താലിയുടെ മഹത്വം എന്താണെന്ന്. അങ്ങനെ രേവതി പറയുകയാണ്, നിങ്ങൾ ഈ കാണിക്കുന്നതേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത പണിയാ. എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു. ദയവ് ചെയ്ത് ആ താലിമാല അതങ്ങോട്ട് കൊടുക്ക്. ഇത് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് പൂജിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന താലിമാലയാ. ഏതൊരു പെണ്ണും ഒരുപാട് ആഗ്രഹിക്കുന്ന സമയം, ഏതൊരു പെണ്ണും ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് ഒരു പെണ്ണിൻ്റെ കണ്ണുനീരും ഇങ്ങനെ വീഴ്ത്താൻ പാടില്ല. അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ശാപമായിട്ടേക്കും. അതുകൊണ്ട് പറയാ, ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് ഈ പൂജിച്ച താലിമാല അത് കൊടുക്കാനാ പറഞ്ഞത്. അത് ആ പെണ്ണിൻ്റെ കഴുത്തിൽ കിടക്കാനുള്ളതാ. ആദ്യമായിട്ടൊരു പെണ്ണ് ആ താലിമാല അണിയുമ്പോഴേ എത്രമാത്രം പ്രാർത്ഥനയോടുകൂടി, എത്രമാത്രം സ്വപ്നങ്ങളോടുകൂടി ആയിരിക്കും എന്നറിയാമോ ആ താലിമാല അണിയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കുറ്റബോധം വരുന്നുണ്ട് കേട്ടോ. കാരണം ശ്രുതിയുടെ കഴുത്തിൽ ഇത് 2ാം തവണയാണ് കയറുന്നത്. അത് പവിത്രമായൊരു സാധനമാണ് എന്നൊക്കെ നമ്മുടെ രേവതി വിവരിച്ച് കുറേ പറയുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ വിവരിച്ച് പറയുന്നുണ്ട്. ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല. നാളെ നമുക്ക് ഫുൾ വിശേഷത്തിൽ വിവരിക്കാം. ഇന്ന് വിവരിച്ചുകൊണ്ട് നിന്ന് അങ്ങ് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് പിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി. സച്ചി പതുക്കെ ആ താലിമാല അങ്ങ് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, കാണ് നീ എന്താ പറഞ്ഞത്? ഈ വിവാഹം മുടക്കാൻ വേണ്ടിയാണ് ഇവള് സച്ചിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയതെന്ന്. ഇപ്പം ഇവള് കാരണമാ ഈ വിവാഹം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഓ ഇവക്ക് ഇതുപോലെ പല അടവും അറിയാലോ. ഇപ്പം ഇവള് വലിയ പുള്ളിയായില്ലേ, ഇതെല്ലാം ഇവളുടെ പ്ലാൻ തന്നെയാ, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ, എൻ്റെ പൊന്നു രവീന്ദ്ര, ഇവളോടൊക്കെ സംസാരിക്കാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. വെറുതെ എന്തിനാ ഇവളോട് വായിട്ട് അലയ്ക്കണത്? വിവാഹം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, വിവാഹം നടക്കുമോ നടക്കാതിരിക്കുമോ, ഏതായാലും എനിക്കിനി ഈ വിവാഹം കൂടാൻ താല്പര്യമില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി കയ്യെ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയോട് പറഞ്ഞേടി, കയ്യെന്ന് വിടാനാ പറഞ്ഞത്. നിനക്ക് നാണമില്ലായിരിക്കും, പക്ഷേ എനിക്ക് നാണമുണ്ട്. എൻ്റെ കുടുംബക്കാരെ അപമാനിച്ചിട്ട് ഈ ഒരു കല്യാണത്തിന് എനിക്ക് നിൽക്കണ്ടെന്നേ, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, സച്ചി നിന്നോടവിടെ നിൽക്കാനാ പറഞ്ഞത്, നീ എങ്ങോട്ടാ ഈ പോകുന്നത്? ഈ നടക്കുന്നത് നിന്റെ ചേട്ടൻ്റെ കല്യാണമാ. എത്രയൊക്കെ നീ ചേട്ടനെ തള്ളി പറഞ്ഞാലും നിന്റെ രക്തം തന്നെയല്ലേ, അല്ലേ? അതല്ലാതാകുന്നുണ്ടോ? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങ് വരാനാ പറഞ്ഞത്. ഇന്നിവിടെ രേവതീനെ തള്ളി പറഞ്ഞതാരാ? ചന്ദ്ര. അവൾ എന്താ പറഞ്ഞത്? ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് കല്യാണം നടത്തുവാനോ അതുപോലെ തന്നെ ഒരു സാധനത്തിൽ തൊടാനോ ഉള്ള യോഗ്യത ആർക്കില്ലെന്ന്? രേവതിക്കില്ലെന്ന്. അതെന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നാ പോരെ. ഇവിടെ മാപ്പും കോപ്പൊന്നും വേണ്ട.
ബാ രേവതി മോളെ ഇങ്ങ് വന്നേ. എടാ സച്ചി ഇവിടെ വാടാ. ചന്ദ്രേ നീ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അതെന്താമേ ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങേണ്ടത്? നിന്നോട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നീ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഞാൻ ഇറങ്ങൂല, എൻ്റെ മകൻ്റെ കല്യാണമല്ലേ, എനിക്ക് കല്യാണ മണ്ഡപത്തിൽ തന്നെ നിൽക്കണം, എൻ്റെ മകൻ്റെ കല്യാണം മുമ്പിൽ നിന്ന് ഞാനാ നടത്തേണ്ടത്. അതെ, നേരത്തെ നിന്റെ വായിലിരിക്കുന്ന നാക്ക് അടങ്ങി ഒതുങ്ങി കിടക്കുമായിരുന്നെങ്കിൽ നിന്റെ മകൻ്റെ കല്യാണം നിനക്ക് കല്യാണ മണ്ഡപത്തിൽ നിന്ന് തന്നെ കൂടായിരുന്നു. ദേ കല്യാണം നടക്കണോ അതോ വേണ്ടയോ, നിന്നോട് ഇറങ്ങാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വന്നു. ചന്ദ്ര ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നിൽക്കുക, വിളറി വെളുത്ത് നിൽക്കുകയാണ് കേട്ടോ, പേടിച്ച്. അപ്പം ഭാമ പറഞ്ഞു, എടീ നീ നിന്റെ നാക്ക് അടക്കി വെച്ചോ, ഇനിയെങ്കിലും നീ സമാധാനമായിട്ട് ഇവിടെ നിന്നില്ലെങ്കിൽ ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. വെറുതെ സുധിയുടെ വിവാഹം മുടങ്ങുന്ന ആ ഒരു ചീത്തപ്പേരൂടെ കേൾക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ സ്വപ്നങ്ങൾ മലേഷ്യ അതൊക്കെ നീ മറന്നോന്ന് ചോദിച്ചപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഭാമേ, എൻ്റെ ഗതി ഇതായി പോയല്ലോ. അല്ലെങ്കിലും അവള് വലത് കാലെടുത്ത് വെച്ച് കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ ഈ വിവാഹം ഇങ്ങനെയൊക്കെ ആവുന്നെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്ത് മാറി നിന്നു. ഏതായാലും സച്ചിനെ രേവതിനെയും അച്ചമ്മയും രവീന്ദ്രനും കൂടെ കൂട്ടിക്കൊണ്ട് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി കല്യാണം നടത്തുവാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂജാരി പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പോഴാണ് ഇതൊരു കല്യാണ മണ്ഡപം ആയത്, ഇത്രയും നേരം ഇതേതോ അറവശാല പോലെ എനിക്ക് തോന്നിയത് എന്ന് പൂജാരി പറഞ്ഞു. ശ്രുതിയോടും തന്നെയാണ് പറഞ്ഞത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല, എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. രേവതി നടത്തി തരുന്ന കല്യാണമാണോ ഇത്? നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് ഐശ്വര്യം ദൈവം നിങ്ങൾക്ക് തരും. അതുപോലെയാ രേവതി മോള്, അവൾ തൊട്ടാലേ അവിടെ വിളങ്ങുക ചെയ്യുന്നത്, അല്ലാതെ ദേ ചന്ദ്രമതി പറഞ്ഞതുപോലെ അവിടെ നാശമാവുമല്ല ചെയ്യുന്നത്. ഞങ്ങൾ കണ്ട കാലം അത്രയും ഈ മോള് ഈ അമ്പലത്തിലുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ വരുന്ന ഓരോരുത്തരും ദൈവത്തെ കാണുന്നത് പോലെ ഈ മോളെയും കണ്ടിരുന്നു. കാരണം ചെറുപ്പം മുതലേ ഇവളിവിടെ കളിച്ചു വളർന്നതാ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐശ്വര്യവും നന്മയും ഒക്കെ ഇവക്ക് ദൈവം കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, ഏതായാലും ശാന്തി കല്യാണം നടക്കട്ടെ. ഇനിയിപ്പോൾ കല്യാണം നടന്നില്ലെന്ന് വേണ്ട, ഈ കല്യാണം നടത്താതിരിക്കാൻ എനിക്കറിയാം, പിന്നെ ഞാൻ വേണ്ടെന്നങ്ങ് വെച്ചെന്നേ ഉള്ളൂ. ഏതായാലും രേവതി പറഞ്ഞതല്ലേ, കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണത്തിനുള്ള വീണ്ടും നാദസ്വര മേളവും ഒക്കെ മുഴങ്ങി. ഏതായാലും ചങ്കിൽ കൈ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. ഈ കല്യാണം എങ്ങനെ മുടങ്ങുമോ, ഇനിയിപ്പം നമ്മുടെ നവീൻ വരുമോ എന്നുള്ള ആ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പം പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ മീര വീണ്ടും പറയുക, എടി നീ പേടിച്ച് വരയ്ക്കാതിരിക്കുക, അവർക്ക് സംശയം തോന്നുന്നു പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതിനെ നോക്കി ചിരിച്ചൊക്കെ കാണിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന പൂക്കളൊക്കെ എടുത്ത് നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നവരുടെ കയ്യിലൊക്കെ കൊടുത്തു. നാദസ്വര മേളം മുഴങ്ങി, മേളത്തിൻ്റെ ശബ്ദം കൂടി. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കഴുത്തിൽ താലി ചാർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചങ്കിൽ കൈ വെച്ചിട്ട് ഹൗ എന്നൊരു വെപ്പുണ്ട് കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞല്ലോ, ഏതായാലും രക്ഷപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും എണീക്കുന്നു. ആ കല്യാണ മണ്ഡപത്തിന് ചുറ്റും വലം വയ്ക്കുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കയറി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ ചന്ദ്രനെ പിടിച്ച മതി അവിടെ നിന്നാൽ മതി, അതെ കല്യാണ ചെറുക്കനും പെണ്ണും ഇങ്ങോട്ടാണ് ഇറങ്ങി വരാൻ പോകുന്നത്, നീ മണ്ഡപത്തിലേക്ക് പോയി കൂടുതൽ അശുദ്ധിയാക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് നിന്നു. ഏതായാലും പിന്നെ അവർ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓടി ചെന്ന് ശ്രുതിയുടെ അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അതെ നീ ഇവിടെ നിന്നാൽ മതി, ഇനിയിപ്പോൾ അമ്പലത്തിന് ചുറ്റും വലം വെക്കണമല്ലോ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും അമ്പലത്തിനകത്ത് കയറണം, അതും സച്ചി രേവതിയും കൂടെ അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ അമ്മ ഈ പറയുന്നത്, എൻ്റെ മോൻ്റെ കല്യാണം ഞാൻ ആശിച്ചു മോഹിച്ച് ഇരുന്നതല്ലേ, എന്നിട്ട് അത് അതിൻ്റെ മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അതെ നിന്റെ കയ്യിലിരിപ്പ് നന്നാകണം രേവതി, നീയേ ഓർക്കണം, നിനക്കിങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലേ നിനക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. നീ അവളെ മാറ്റി നിർത്താൻ ശ്രമിച്ചു, ഇപ്പം ആരാ ഇവിടെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്, നീയല്ലേ. ഇതാണ് പറയുന്നത്, അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും, നീ അനുഭവിച്ചോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവള് വീട്ടിലേക്ക് വരുന്നുണ്ട്, ഇനിയിപ്പം നിന്റെ തലേ കയറി ഇവള് നിരങ്ങാതെ നീ നോക്കിക്കോ, കാരണം നീ അങ്ങനെയുള്ള കുറച്ച് പാഠങ്ങളാണല്ലോ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം എൻ്റെ ശ്രുതിമോളെ എനിക്കറിയാം, അവളെ എന്നെ സ്നേഹിക്കുന്നവളാ, അവളെന്നെ അമ്മേനെ പോലെയാണ് കാണുന്നത്, അല്ലാതെ വലിഞ്ഞു കയറി വന്നവരെ പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഇനിയെങ്കിലും നിനക്കിത് നിർത്താറായില്ലേ, ഇത് അമ്പലനടയാ, ഇവിടെ നിന്ന് ഓരോന്ന് നീ ഇങ്ങനെ പറയുമ്പോഴേ പല കാര്യങ്ങളും നീ ചിന്തിക്കണം. ഏതായാലും പ്രദക്ഷിണം വെച്ചിട്ട് അവർ വരട്ടെ എന്ന് പറഞ്ഞു. പ്രദക്ഷിണം വെക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിനെ കുത്തി സച്ചി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം പൈസ കൊടുക്കണ കാര്യവും ആ ഒരു 50 ലക്ഷം രൂപയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ശ്രുതിക്ക് അത് അറിയില്ലല്ലോ.
അതും ആദ്യത്തെ ഒരു വിവാഹം മുടങ്ങിയ കാര്യവും ശ്രുതിക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ മുമ്പിൽ കേട്ടോ. അങ്ങനെ വലം വെച്ചു, തൊഴുതു വന്നു. അവിടെ ദേവിയുടെ വിഗ്രഹത്തിന്റെ മുമ്പിലേക്ക് തൊഴുതു വന്നപ്പോഴത്തേക്കും അവിടെ വേറൊരു ചടങ്ങ് നടക്കുകയാണ്. അവിടുത്തെ ശാന്തിയുടെ ഒക്കെ ഒരു തീരുമാനമാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും മാലയിടൽ നടത്തുക എന്നുള്ളത്. അവർ അങ്ങനെ തീരുമാനിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, അവരുടെ കല്യാണം ഒത്തിരി നാളായില്ല കഴിഞ്ഞിട്ട്. പിന്നെ അവിടുത്തെ ഒരു കുട്ടിയെപ്പോലെ തന്നെയാണ് അവർക്കെല്ലാവർക്കും രേവതി, എല്ലാവർക്കും ഇഷ്ടവും അതുപോലെ രേവതിയോട് ചെറിയ ബഹുമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് പ്രകാരമാണ് അവിടെ എല്ലാ ശാന്തിമാരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു കല്യാണം ആ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്താൻ കല്യാണമല്ല, മാലയിടൽ ചടങ്ങ് അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നത്. ഇവർ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും വിവാഹം. അങ്ങനെ അവർ വിവാഹം നടത്താൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര സമ്മതിക്കുന്നില്ല. ചന്ദ്ര പറയുക, എന്തിനാ ഇനിയിപ്പോൾ ഒരു വിവാഹം നടത്തുന്നത്? ഇവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ? അതെ, സമയം പോയി. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ടേ വീട്ടിൽ കയറാനുള്ളതാ, മുഹൂർത്തം ആയി, അത് രാഹുകാലത്തിന് മുമ്പ് ചെന്ന് കയറണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശാന്തി പറഞ്ഞു, എന്ത് രാഹുകാലമാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ. അത് ഞങ്ങൾക്ക് രേവതിയോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് കൂട്ടിക്കോ. ഞങ്ങളുടെ ഈ അമ്പലത്തിൽ സത്യം പറഞ്ഞ 2 ദേവിമാരുണ്ട്, അതിലൊരു ദേവി ഈ നിൽക്കുന്ന രേവതി തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, കണ്ടില്ലേ രേവതിനെ കുറിച്ച് പറയുന്നത്? അല്ല, നിങ്ങൾക്കാണല്ലോ രേവതിനെ കണ്ണിന് കണ്ടുകൂടാത്തത്. ഇപ്പം രേവതി കാരണം എല്ലാവരും എന്നെയും കൂടെ അല്ലേ ബഹുമാനിക്കുന്നത്? ഓ, എനിക്കൊരുപാട് സന്തോഷമായി. അല്ല, നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ ബഹുമാനിക്കുമോ? ഇല്ലല്ലോ. അതിനെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടെ മാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം മാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവർ നേരെ പിന്നെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കും ചെറിയ മുറുമുറുപ്പും പുറപ്പുറപ്പൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയുടെ. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. വീട്ടിലേക്ക് കയറി ചെന്ന് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് വന്ന് ശ്രുതി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കാരണം ശ്രുതിക്കും അത്രമാത്രം സന്തോഷമുണ്ട്. അപ്പോൾ ശ്രുതി അങ്ങ് ചന്ദ്രയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഇതിനിടയ്ക്ക് മീരയോട് പറയുന്നുണ്ട്, ഇനി എങ്ങാനും വീട്ടിലേക്ക് വരുവോടി, നവീൻ ഇനി വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുവോടി എന്നൊക്കെ ഇങ്ങനെ മീരയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീര പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കാതിരിക്കും, നിൻ്റെ ഈ ടെൻഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്ന് ആരതി ഒഴിഞ്ഞ് കയറ്റാൻ വേണ്ടി, ആരതി എടുക്കാൻ വേണ്ടി ചന്ദ്ര ഓടി ആരതി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ആരതി ഇങ്ങ് തരാൻ പറഞ്ഞു. അതെ, വീട്ടിലെ ഒരു മരുമോളുള്ളപ്പോൾ ആ മരുമോളാ ഈ ആരതിയൊക്കെ ഒഴിഞ്ഞ് കയറ്റേണ്ടത്, അല്ലാതെ നീയല്ലെന്നും പറഞ്ഞ് ആ ആരതി മേടിച്ച് നമ്മുടെ രേവതിയുടെ കൈ കൊടുത്തപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇത് എൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മരുമകളെ ഞാനല്ലേ ആരതി ഒഴിഞ്ഞ് കയറ്റേണ്ടത്? അതങ്ങനെയല്ല ചന്ദ്രേ, നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെയേ ആദ്യം വന്ന മരുമകൾ അതാരാ? അത് രേവതി തന്നെയാണ്. രേവതിക്കുള്ള സ്ഥാനം സത്യം പറഞ്ഞ ഇവിടെ നിനക്കുമില്ല. അതുകൊണ്ട് രേവതി ഒരു കാര്യം ചെയ്ത് മോളെ ആരതി ഒഴിയ, വേണമെങ്കിൽ നീ ആ അറ്റത്ത് പിടിച്ചോളാൻ ചന്ദ്രയോട് പറഞ്ഞു. ചന്ദ്രയ്ക്ക് അറ്റത്ത് പിടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചന്ദ്രയുടെ ഒരു ആഗ്രഹമാണ് ശ്രുതിനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് പെരയ്ക്കകത്ത് കയറ്റുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ രേവതിയുടെ കൂടെ നിന്ന് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ആ ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി. ഏതായാലും അകത്തേക്ക് കയറ്റി. അതിനിടയിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോയി കേട്ടോ. കാരണം ശ്രീകാന്തിന് ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോയി. അപ്പോൾ അതിനിടയിലായിട്ട് വേറൊരു സംഭവം നടക്കുകയാണ്. അപ്പോൾ അതിനിടയിലും കുറച്ച് എന്താ പറയുക, റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതി ചെന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്, പെട്ടെന്നൊന്ന് സമയം പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊരു റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിന് ഇടയിലാണ് നമ്മുടെ എന്താ പറയുക, വീട്ടിലേക്ക് പോലീസ് കടന്നു വരുന്നതും. ഇതിനിടയിലായിട്ട് വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ നവീൻ വണ്ടി ഇടിച്ചു വളരെ എന്താ പറയുക, വളരെ ഒരു കഷ്ടത്തിലായിട്ട് കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ സച്ചി സച്ചി തല്ലാൻ ഓടിച്ചപ്പം സച്ചി ഇങ്ങ് പോന്നു. പക്ഷേ പുള്ളിക്കാരൻ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലാണ് ചെന്ന് വീണത്. പുള്ളിക്കാരൻ അതുപോലെ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ ഐസിയുവിനകത്താണുള്ളത്. അപ്പോൾ അവർ CCTV ഒക്കെ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയാണ് ഓടിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ സച്ചി കുറ്റവാളിയൊന്നുമല്ല, എങ്കിലും എല്ലാത്തിനും ഒരു തെളിവും രേഖയൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് പോലീസുകാർ വരുന്നത്. അപ്പോൾ പോലീസുകാർ വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര മുറുമുറുപ്പ് തുടങ്ങി. കണ്ടില്ലേ, ഒരാൾ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റി, ഇപ്പം പോലീസ് വന്നു, നല്ലൊരു ദിവസമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചിനെ അന്വേഷിച്ചാണ് പോലീസ് വരുന്നതെന്ന് അറിയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ശ്രുതിക്കൊരു പേടി, ഇനിയിപ്പം ശ്രുതിനെ പൊക്കാൻ വല്ലതും വന്നാണോ എന്നൊരു ചെറിയ പേടി ശ്രുതിക്കും ഉണ്ട്. ആ വഴി ഒരു പേടിയുണ്ട് കേട്ടോ. ഏതായാലും പോലീസ് എത്തും, ആകെ വിഷയമാകും.
അപ്പോൾ അതെന്നാ വിഷയമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പോലീസ് ആ ഫോട്ടോ കാണിക്കും, ഇയാളെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അത് കാണും. ശ്രുതി കണ്ടിട്ട് സത്യത്തിൽ അപ്പോഴാണ് ശ്രുതി മനസ്സിലാക്കുന്നത് നമ്മുടെ സച്ചി കാരണമാണ് ശ്രുതിയുടെ കല്യാണം നടന്നത് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഇപ്പോൾ പറയണ്ട, നാളെ പറയാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാട്ടോ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേളിലായിട്ട് പുതിയ ചാനലിൽ ലിങ്ക് ഇട്ടിട്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.